ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ ഉതുവടി പാടശേഖരത്തിൽ വിളവെടുക്കാറായ നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ച നിലയിൽ. തീരാ ദുരിതത്തിൽ കർഷകർ. പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് ഉതുവടി പാടശേഖരത്തിൽ കൊയ്യാൻ പാകമായ നെൽകൃഷിയിൽ കാട്ടുപന്നികളുടെ വിളയാട്ടം. നെൽകൃഷി നശിപ്പിച്ചതുമൂലം കർഷകർ തീരാ ദുരിതത്തിൽ. കടം വാങ്ങിയും ലോണെടുത്തുമിറക്കിയ കൃഷി വിളവെടുപ്പിന് തയ്യാറായി കഴിഞ്ഞപ്പോഴായിരുന്നു കാട്ടുപന്നികൾ ഇറങ്ങി ഭൂരിഭാഗവും നശിപ്പിച്ചത്. പഞ്ചായത്തിൽ പരാതിയുമായി എത്തിയപ്പോൾ പന്നിയെ വെടിവെക്കുന്നതിനു വേണ്ട എല്ലാ ചെലവുകളും കർഷകരിൽ നിന്നും ഈടാക്കുമെന്നും ഒരു പന്നിക്ക് 1000 രൂപ നിരക്കിൽ കർഷകർ നൽകണമെന്നും കൂടാതെ പന്നികളെ കൊണ്ടുപോകുന്നതിനുള്ള വാഹന സൌകര്യങ്ങളും മറ്റ് ചെലവുകളും കർഷകർ വഹിക്കണമെന്നുമാണ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച മറുപടി. കൃഷി ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയെങ്കിലും കൃഷിക്കാർക്ക് നാശനഷ്ടങ്ങൾക്കുള്ള ഇൻഷുറൻസ് തുക വളരെ പരിമിതമായി നൽകുകയുള്ളൂ എന്നും കർഷകർക്ക് യാതൊരു പ്രയോജനവും ഇതുകൊണ്ടില്ല എന്നും ഉതുവടി പാടശേഖര സമിതി സെക്രട്ടറി ഗോവിന്ദൻകുട്ടി പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ മൂലം കർഷകർ തീരാ ദുരിതത്തിലാണ്. ഇത്തരം നാശനഷ്ടങ്ങൾ കൊണ്ട് വലിയൊരു കടബാധ്യത അനുഭവിക്കുകയാണ് ഓരോ കർഷകനും. എത്രയും പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്യമൃഗശല്യങ്ങൾക്കെതിരെ ഒരു പോംവഴി നിലവിൽ കൊണ്ടുവരണമെന്നാണ് സെക്രട്ടറിയും മറ്റു കർഷകരും പറയുന്നത്. ഞങ്ങളുടെ ഉദരി പാടശേഖരത്തിലെ നെല്ല് കതിരായതിനു ശേഷം ഈ പന്നിശല്യം തുടങ്ങിയതാണ്. ഇപ്പോൾ ഏതാണ്ട് കായമടങ്ങി കൊയ്യാറാവേണ്ട സമയമാണ്. നോക്കുമ്പോൾ പകുതി മുക്കാലും ഓരോ കണ്ടങ്ങളിലും പന്നി ഇറങ്ങിപ്പോൾ നശിപ്പിച്ചത് നിങ്ങൾ കണ്ടതാണ്. ഇതിൻ്റെ പരാതിയായിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി പ്രസിഡന്റിനെയും മറ്റ് ഭാരവാഹികളൊക്കെ കണ്ടപ്പോൾ പന്നി വെടിവെക്കാം, അതിന് ലൈസൻസ് ഉള്ളവർ എഗ്രിമെൻറ്റ് വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എഗ്രിമെൻറ്റ് വെച്ചു. അവർ വിളിച്ചപ്പോൾ പറയണത് ഒരു പന്നിയെ കൊന്ന 1000 രൂപ കർഷകർ കൊടുക്കണം. അതേപോലെ തന്നെ ആ പന്നിയെ കൊണ്ടുപോകാനുള്ള വാഹന സൗകര്യം ചെയ്യണം, മണ്ണെണ്ണ ഒഴിച്ച് അത് കത്തിച്ചുകളയുള്ള സൗകര്യം ചെയ്യണം. ഇതെല്ലാം ചെയ്യാന്ന് വെച്ചാൽ കർഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഭരണഭാഗത്തുനിന്ന് യാതൊരു സഹായവും പഞ്ചായത്ത് തലത്തിൽ നമുക്ക് കിട്ടില്ല. കൃഷി ഓഫീസറെ ഞങ്ങൾ കൃഷി ഓഫീസിൽ നിന്ന് 3, 4, 5 പ്രാവശ്യം അവരിവിടെ വന്നു പരിശോധനയൊക്കെ നടത്തി. അവർ ഇതെല്ലാം ഇൻഷുർ ചെയ്തതാണ്. ആ ഇൻഷുർ ചെയ്തത് നമ്മൾ അപേക്ഷിക്കുകയാണെന്ന് വെച്ചാൽ വളരെ പരിമിതമായ സഹായമാണ് കിട്ടാൻ വഴിയുള്ളൂ. അതിപ്പോൾ എപ്പോഴും കിട്ടുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ദുരന്താവസ്ഥയിലാണ് ഇപ്പോൾ പാടശേഖരത്തിലും അതേപോലെ തന്നെ എല്ലാ കർഷകരും. കർഷകരാണെന്ന് വെച്ചാൽ കടം വാങ്ങിയിട്ടും പണ്ടം വെച്ചിട്ടും ലോൺ എടുത്തിട്ടും ഒക്കെയാണ് ഈ കൃഷി ചെയ്യുന്നത്. അതിപ്പോൾ ഈ കൊല്ലം ആകെ നഷ്ടത്തിലാവണ പ്രതീതിയാണ് ഉള്ളത്. അതുകൊണ്ട് ഗവൺമെൻറ് ഭാഗത്തുനിന്ന് സദ്രമായ നടപടി ഈ പന്നിശല്യത്തിനെതിരെ നടപടി എടുക്കണമെന്നാണ് ഞങ്ങളുടെ കൂട്ടായ ആവശ്യം. ന്യൂസ് ഡെസ്ക് CCV.